ഹലോ. ഈ ഇന്ത്യയുടെ എല്ലാവരോടും ഞാൻ പറയാം, എന്താ കോടീശ്വരന്മാരുള്ളത് നിങ്ങൾ കെട്ടിച്ച് കൊടുക്കല്ലേ പാവപ്പെട്ട കുട്ടികളെ. ഒരു പാവപ്പെട്ട ചെറുക്കനുള്ളത് നിങ്ങൾ കെട്ടിച്ച് കൊടുത്താലും അത്രയും നല്ലതാണ്. ഈ തമിഴ്നാട്ടിലെ കണ്ടില്ലേ, കോടിക്കണക്കിലെ കോടീശ്വരനെ കെട്ടിച്ച് കൊടുത്ത് ഒരു 72 ദിവസത്തിൽ അവനെ ആ പെണ്ണെ കൊന്ന്. എന്താ എല്ലാവരും വലിയ കോടീശ്വരന്മാർ പെണ്ണ് എന്താ ചെറുക്കനെ കെട്ടിച്ച് കൊടുക്കുന്നത്? ഈ കോടീശ്വരൻ എന്താ ചെറിയ ചെറുക്കന്മാരുള്ളത് കെട്ടിച്ച് കൊടുക്കില്ല, പാവപ്പെട്ട ചെറുക്കന്മാരുള്ളത് കെട്ടിച്ച് കൊടുത്താൽ എന്ത് അവന്മാരെ ഈ പാവപ്പെട്ട ചെറുക്കന്മാരുള്ള നല്ലപോലെ നോക്കുകയുള്ളൂ. ഈ മരമുള്ള ആരും അറിയുന്നില്ല. എല്ലാവരും ചോദിക്കുക, എവിടെ നീ കെട്ടിച്ചു കൊടുത്തത്? വലിയ കോടീശ്വരന്മാരുള്ളൊക്കെ കെട്ടിച്ചു കൊടുത്തത്. വലിയ അവന് അവിടെ കടമുണ്ട്, ഇവിടെ കടമുണ്ട്, അവിടെ അമേരിക്കയിൽ കൊണ്ടുപോകും, സിംഗപ്പൂരിൽ കൊണ്ടുപോകും, ഇങ്ങനെ കൊണ്ടുപോകും, അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഇതാക്കല്ലേ. ഒരു സാധാരണ ഒരു കൂലി പണിക്കാരനെ അവന് നിങ്ങളെ മകളെ കെട്ടിച്ചു കൊടുത്തായിരുന്നു, അത്രയും അവൻ പൊന്നുപോലെ നോക്കും, അടിപൊളിയായിട്ട് നോക്കും. ഇത് എല്ലായിടത്തിനും ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തിനും കേരളം, തമിഴ്നാട്, എല്ലായിടത്തിലും എങ്ങനെയാണ് എല്ലാം പെണ്ണുകളെ കെട്ടിച്ചു കൊടുക്കുന്ന കോടീശ്വരന്മാരെ കെട്ടിച്ചു കൊടുക്കുന്ന എങ്ങനെ ഒന്ന് 4 ആൾ ചോദിക്കും, ഇത് എങ്ങനെ ആർക്കാണ് കെട്ടിച്ചു കൊടുത്തത്? ഞാൻ മറ്റവനൊക്കെ കെട്ടിച്ചു കൊടുത്തത്, അവൻ ഭയങ്കര കോടീശ്വരനാണ്, ഇവൻ ഭയങ്കര കോടീശ്വരനാണ്. അങ്ങനെ കെട്ടിച്ചു കൊടുക്കല്ലേ. പാവപ്പെട്ട ചെറുക്കന്മാരുള്ള കെട്ടിച്ചു കൊടുക്കുക. ഒരു കൂലി പണി എടുക്കുന്ന അവൻ ഡെയിലി പണിക്ക് പോകുന്നവന് നിങ്ങൾ ഇത്രയും മുതലേ കൊടുത്താൽ അതിൻ്റെ ഒരു പകുതി കൊടുത്താൽ മതി. അവൻ നല്ലപോലെ നോക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ മോളെ പൊന്നുപോലെ നോക്കും. ഇത് അറിയാതെ കുറേ ആളുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഈ പണത്തെ വെച്ചിട്ട് എവിടെ കൊണ്ട് തള്ളണമെന്ന് അറിയില്ല. ഇപ്പം കണ്ടില്ല, എത്ര കോടി രൂപ കൊടുത്തിട്ട് ഒരു 75 ലക്ഷം രൂപേൻ്റെ ഒരു വീടം വെച്ച് കൊടുത്ത്, നീ കൊണ്ടുപോകണം. അവൻ 2 മാസത്തിൻ്റെ അകത്ത് ആ പെണ്ണെ കൊന്ന്. അപ്പോൾ അതേപോലെ ആരും ഇതാക്കല്ലേ. എത്ര 1 രൂപ 5 രൂപ ഉണ്ടാക്കാൻ എന്ത് പാടുപെടണമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് എത്ര വേഗം നിങ്ങൾ ആരും ഇതാക്കണ്ട. ഒരു പാവപ്പെട്ട ഒരു ചെറുക്കനെ നിങ്ങൾ കെട്ടിച്ചു കൊടുത്താലും മതി, അവൻ പൊന്നുപോലെ നോക്കും. ഇത് ആരാത് പറഞ്ഞാൽ, ഞാൻ കുറേ ആളുടെ അടുത്ത് പറഞ്ഞ്, ഇപ്പം ഞാൻ എൻ്റെ കെട്ടിച്ചതിനാ എങ്ങനെ കെട്ടിച്ച്, ഞാൻ ഇവിടെ ഉള്ള ടൈം ഞാൻ പെണ്ണെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവളോട് ചോദിച്ച് എങ്ങനെയാണ്. അപ്പോൾ പെണ്ണ് വീട്ടിൽ ഇഷ്ടപ്പെട്ട് ഞാൻ മുതല ഞാൻ ചോദിച്ചിട്ടില്ല, അങ്ങനെ പോയി കെട്ടി വന്നു. ഈ ചില ആൾ അത് സാധാരണ ഒരു മേസൻ്റെ പണിക്കാരനാണ്, മനസ്സിലായില്ല.